പുനർജനി പദ്ധതിയിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ CBI അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകം. FCRA ലംഘനത്തിലാണ് CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതേസമയം പദ്ധതിയിൽ അഴിമതി നടന്നിട്ടില്ലെന്ന വിജിലൻസ് കണ്ടെത്തൽ വി ഡി സതീശന് ആശ്വാസമാണ്. പുനർജനി വിഷയം ചർച്ചയാക്കുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമെന്ന കോൺഗ്രസിന്റെ ആരോപണം CPIM തള്ളുകയാണ്. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഇന്നലെ തന്നെ നമ്മൾ കണ്ടു കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഇതിനെ തള്ളുന്നൊരു സാഹചര്യം. അപ്പോൾ ഇനി ഇതിൽ നിർണായകമാവുക മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്തെന്നുള്ളതാണ്. അത് എപ്പോഴാണ് ഉണ്ടാവുക, എങ്ങനെയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വി ഡി സതീശനെതിരായ പുനർജനി കേസിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് തന്നെയാണ് എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഏപ്രിൽ മാസത്തിലാണ് 2025 ഏപ്രിൽ മാസത്തിലാണ് ഈ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലെത്തുന്നത്. ആഭ്യന്തര വകുപ്പിനാണ് ആദ്യം റിപ്പോർട്ട് കൈമാറുക, പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത്. ഇതിന്റെ FCRA ലംഘനം ആണ് CBIയുടെ ശുപാർശയായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് CBIക്ക് വിട്ടു കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ കൊള്ളിളക്കം സംസ്ഥാനത്തുണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. നിലവിലെ സാഹചര്യത്തിൽ CBIക്ക് വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ഇതുവരെയും സർക്കാർ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നതും. അതോടൊപ്പം തന്നെ വി ഡി സതീശനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടുള്ള സർക്കാർ കത്തിന് മറുപടിയായിട്ടുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വി ഡി സതീശന് ആശ്വാസം പകരുന്നതാണ്. ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ആ റിപ്പോർട്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അതായത് വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം വി ഡി സതീശൻ വീഡിയോയിൽ സംസാരിക്കുന്നതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ട്. അതായത് ഈ ആവശ്യത്തിന് വേണ്ടി പണം കൈമാറണം എന്ന് പറയുന്ന വീഡിയോ സഹിതമുണ്ട്. പക്ഷേ ആ പണം കൈമാറി വന്നിരിക്കുന്നത് സംഘടനയുടെ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ്. അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. അത് FCRAയുടെ ലംഘനമാണോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ ഭാഗമായി CBI വരുമോ എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യവും. അതോടൊപ്പം തന്നെ ഇതിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി വി ഡി സതീശന്റെ പിന്നാലെ നിൽക്കുകയാണ്. വി ഡി സതീശൻ അങ്ങനെ ഒരു അഴിമതി ചെയ്തിട്ടില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് രാഷ്ട്രീയമായി CBIക്ക് വിട്ടാൽ ഗുണം ചെയ്യും എന്ന ഒരു നിഗമനത്തിലേക്കാണ് CPIM എത്തുന്നത്. സാധാരണ കേരളത്തിൽ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഉമ്മൻചാണ്ടി സർക്കാർ ലാവ്ലിൻ കേസ് വിട്ടതൊക്കെ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ CBIക്ക് വിടുക എന്നുള്ളതൊക്കെ പതിവുള്ള രീതിയാണ്. അതുകൊണ്ട് ആ വിജിലൻസ് ശുപാർശയിൽ അത് CBIക്ക് വിടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന സർക്കാരിനും LDFനും മുന്നിൽ ഒരു തുറുപ്പ് ചീട്ടായി പുനർജനി മാറുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള കൊണ്ട് സർക്കാരിനെ രൂക്ഷമായി കോൺഗ്രസും UDFും ആക്രമിക്കുന്ന സമയത്ത് പുനർജനി എന്ന ആയുധം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യേകത. തെരഞ്ഞെടുപ്പുകളടക്കം എത്തിയിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് പ്രസാദ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച മുറുകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഇതൊരു വലിയ വിവാദമായി ഇനി മാറാനുള്ള സാധ്യതകൾ അതെന്തൊക്കെ ഘടകങ്ങളാണ്? ഉറപ്പായും അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി എന്തൊക്കെ കാണണം എന്നുള്ളതാണ് അതിന്റെ ആദ്യ ഡോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കളികൾ നടക്കും എന്ന കാര്യം ഉറപ്പാണ്. പതിവിൽ നിന്ന് വിപരീതമായി ഇപ്രാവശ്യം BJPയും കണത്തിൽ നിറഞ്ഞു കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ തൃശ്ശൂരിലെ സീറ്റ് BJPക്കാണ്. അങ്ങനെ BJPയുടെ തൃശ്ശൂരിലുള്ള ആ സീറ്റ് ഉള്ള ഒരു സാഹചര്യം BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5 സീറ്റെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് BJPയും കൂടി കയറി വരും എന്നതാണ്. അതായത് കോൺഗ്രസ് CPM ധാരണ കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും കാലം CBIക്ക് കൊടുക്കാതെ നിന്നത് എന്ന് BJPക്ക് ചോദിക്കാനും കഴിയും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം കോൺഗ്രസ് ഉയർത്തുക രാഷ്ട്രീയമായി നേരത്തെ സംഘപരിവാരങ്ങൾ കേന്ദ്ര സംവിധാനത്തെ ഉപയോഗിച്ച് വിവിധ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ നയം, ആ നയം തന്നെയാണോ ഇക്കാര്യത്തിൽ നിങ്ങൾ പിന്തുടരുന്നത് എന്ന് കോൺഗ്രസ് ചോദിച്ചു കഴിഞ്ഞാൽ CPIM അതിൽ എന്ത് മറുപടി പറയും എന്നുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പാണ് തൊട്ടു മുന്നിൽ നിൽക്കുന്നത്. CPIMും കോൺഗ്രസും BJPയും
എന്തൊക്കെയാണ് രാഷ്ട്രീയമായി ഉയർത്തുന്ന കാര്യങ്ങൾ എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റുന്നതിന് എത്രയോ അപ്പുറമാണ് എന്നതാണ് അതിൻ്റെ ഒരു തുടക്കമായി ഇത് മാറുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന കോൺഗ്രസിന്റെ മുന്നിലേക്ക് നിങ്ങളും മോശക്കാരല്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ടായി ആ പുനർജനിയെ സർക്കാർ മാറ്റുന്നു എന്ന കാര്യം ഉറപ്പാണ്. റോഷ്നി. ശരി, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. CBI വരുമോ എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് നിർണായകം.